വെൽക്കം ടു CMR ലേൺ സ്റ്റഫ്. ഇന്നത്തെ ക്ലാസ്സിൽ ജോർജ് ഹെർബർട്ടിൻ്റെ ഈസ്റ്റർ വിങ്സ് എന്ന് പറയുന്നൊരു പോയാണ് നമ്മൾ നോക്കുന്നത്. സോ ഈസ്റ്റർ വിങ്സ് ജോർജ് ഹെർബർട്ട് എഴുതിയിട്ടുള്ളൊരു ഡിവോഷണൽ പോയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണശേഷം അടുത്ത വർഷം തന്നെ ദ ടെമ്പിൾ എന്ന് പറയുന്നൊരു പോയട്രി കളക്ഷനിലാണ് ഈസ്റ്റർ വിങ്സ് എന്ന് പറയുന്ന പോയം പബ്ലിഷ് ചെയ്യുന്നത്. സോ നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളിൽ മെറ്റാഫിസിക്കൽ പോയിറ്റ്സിനെ കുറിച്ച്, ഗ്രൂപ്പ് ഓഫ് പോയിറ്റ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ജോർജ് ഹെർബർട്ട് അറിയപ്പെടുന്നത് ദ സെയിൻറ്റ് ഓഫ് ദ മെറ്റാഫിസിക്കൽ എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് സ്റ്റൈൽ കൊണ്ടും അദ്ദേഹത്തിൻ്റെ രീതികൾ കൊണ്ടും അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ കൊണ്ടുമൊക്കെ ആയിരിക്കും അദ്ദേഹം അറിയപ്പെടുന്നത്. ഈ ഗ്രൂപ്പ് ഓഫ് പോയിറ്റ്സിൽ, മെറ്റാഫിസിക്കൽ സ്കൂൾ ഓഫ് പോയിറ്റ്സിൽ സെയിൻറ്റ് ഓഫ് ദ മെറ്റാഫിസിക്കൽ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ദ ടെമ്പിൾ എന്ന് പറയുന്ന ഈ പോയട്രി കളക്ഷന് 3 പാർട്സ് ഉണ്ട്. ആദ്യത്തെ ഭാഗമാണ് ദ ചർച്ച് പോർച്ച്, സെക്കൻഡ് വൺ ദ ചർച്ച് ആൻഡ് തേർഡ് വൺ ദ ചർച്ച് മിലിറ്റൻറ്റ്. ഇതിനകത്ത് ഈ സെൻറ്റർ പോർഷൻ, അതായത് ദ ചർച്ച് എന്ന് പറയുന്നതിനകത്താണ് ഈസ്റ്റർ വിങ്സ് എന്ന് പറയുന്ന പോയം ഉൾപ്പെടുന്നത്. ഇനി ഇദ്ദേഹത്തിൻ്റെ പോയട്രിയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്, ഇദ്ദേഹം പറയാറുണ്ട്, ദൈവവും എൻ്റെ ആത്മാവും തമ്മിലുള്ള ആത്മീയ സംഘർഷങ്ങളുടെ ചിത്രമാണ് എൻ്റെ കവിതകൾ എന്ന് അദ്ദേഹം പറയാറുണ്ട്. അദ്ദേഹത്തിൻ്റെ കവിതകളെ അങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്. അതുമാത്രമല്ല, അദ്ദേഹം മിക്ക കവിതകളും അദ്ദേഹം എഴുതുന്നത് ഒരുപാട് വിഷാദത്തിലായ ഏതൊരു പാവപ്പെട്ട ആത്മാവ് മീൻസ് ഇപ്പോൾ ഒരുപാട് വിഷമം അനുഭവിക്കുന്ന മനുഷ്യരുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അവർക്കൊക്കെ എൻ്റെ കവിതകൾ വായിച്ചു കഴിഞ്ഞാൽ അതൊരു സഹായകമാവും, അതുകൊണ്ടാണ് ഞാൻ എഴുതുന്നത് എന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കവിതകളിൽ എപ്പോഴും എന്തെങ്കിലും നമുക്ക് നെഗറ്റീവായി ഒരു ചിന്താഗതിയുള്ളൊരു മനുഷ്യന്, ജീവിതത്തിൽ എന്തെങ്കിലും പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട മനുഷ്യന്, അത് ആത്മീയമാണെങ്കിലും അല്ലാതെയും ഏത് രീതിയിലും മനുഷ്യൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാത്ത സാഹചര്യം അനുഭവിക്കുന്ന ഏതൊരാൾക്കും എൻ്റെ കവിതകൾ സഹായകമായിരിക്കും. വായിച്ചു കഴിഞ്ഞാൽ അവരുടെ വിഷാദത്തെ ഇല്ലാതെയാക്കാൻ കഴിയുമായിരിക്കാം എന്നാണ് അദ്ദേഹം എഴുതുന്നതിൻ്റെ ലക്ഷ്യമായിട്ട് അദ്ദേഹം പറയുന്നത്. മിക്കപ്പോഴും അദ്ദേഹത്തിൻ്റെ കവിതകൾ എന്ന് പറയുന്നത് ഒരുപാട് ഫിലോസഫിക്കലായിട്ടുള്ള കാര്യങ്ങളുണ്ടായിരിക്കും, ഫീലിങ്സ് ഉണ്ടായിരിക്കും. പക്ഷേ എന്നാലും വളരെ സത്യസന്ധമായ സംഭാഷണ, ഇപ്പോൾ കോൺവെർസേഷൻ ടൈപ്പിൽ വളരെ സിമ്പിളായിട്ടാണ് അദ്ദേഹം എഴുതിയിട്ടുണ്ടാവുക. അതായത് വളരെ ചെറിയ സിമ്പിളായ ലൈൻസാണ് ഉണ്ടാവുക. അതേപോലെ തന്നെ എല്ലാ ഇമോഷൻസും ഫീലിങ്സും അതിനകത്തുണ്ടാവും. എന്നിരുന്നാലും നമുക്ക് എന്തെങ്കിലും ഒരു ഫിലോസഫിക്കലായിട്ടുള്ളൊരു കാര്യം, നമുക്ക് എന്തെങ്കിലും മനസ്സിലാവുന്ന ഒരു കാര്യം അദ്ദേഹം അതിനകത്ത് വളരെ ജീവിതത്തിൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം കൂടി അദ്ദേഹം അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ഇതാണ് അതിൻ്റെ വർക്കിൻ്റെ ഒരു ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഈസ്റ്റർ വിങ്സ് എന്ന് പറയുന്ന പോയം ഒരു പാറ്റേൺ പോയം അല്ലെങ്കിൽ ഷേപ്പ്ഡ് പോയം എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് പാറ്റേൺ പോയം എന്ന് പറയുന്നത്? ഫോർ എക്സാമ്പിൾ, ഞാൻ മനസ്സിലാവുന്ന രീതിയിൽ പറയാം. ഇപ്പം നമ്മളൊരു ട്രീനെ കുറിച്ചാണ് ഒരു കവി എഴുതിയിട്ടുള്ളതെങ്കിൽ അതിൽ ലൈൻസ് അല്ലെങ്കിൽ ടെക്സ്റ്റ് എന്ന് പറയുന്നത് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക ഒരു ട്രീയെ പോലെ ആയിരിക്കും. അതായത് നമ്മൾ നോക്കുന്ന സമയത്തൊരു ആ ഒരു കവിതയുടെ ആശയം ഒരു ട്രീ ആണെങ്കിൽ അതിനകത്തൊരു ട്രീയുടെ ചിത്രം വരച്ച് വെച്ച പോലെയാണ് അതിലെ ലൈൻസുകൾ അല്ലെങ്കിൽ ടെക്സ്റ്റുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ അതേപോലെ ഇപ്പോൾ ഒരു റെയിൻ ആണെന്നുണ്ടെങ്കിൽ ഒരു ഫോളിങ് ഡ്രോപ്സ് പോലെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ എഴുതുന്ന കവിതകളാണ് പാറ്റേൺ പോയം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈസ്റ്റർ വിങ്സ് എന്ന് പറയുന്ന കവിതയുടെ തീം എന്താണോ അതുമായി റിലേറ്റഡ് ആയിട്ടായിരിക്കാം ഇതിനകത്തുള്ള ഈ കവിത എഴുതിയിട്ടുണ്ടാവുക, ടെക്സ്റ്റിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക, അങ്ങനെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ എഴുതുന്ന ഒരു ടൈപ്പ് ഓഫ് പോയത്തിനാണ് നമ്മൾ പാറ്റേൺ പോയം അല്ലെങ്കിൽ ഷേപ്പ്ഡ് പോയം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്തുള്ളൊരു തീമായിട്ട് പറയുന്നുണ്ട്, പാപം ചെയ്ത മനുഷ്യന് ക്രിസ്തുവിൻ്റെ ഈസ്റ്റർ ഉയർത്തെഴുന്നേൽപ്പിലൂടെ തന്നെ വീണ്ടും ഒരു പുനർജീവൻ കിട്ടുക, അല്ലെങ്കിൽ ഒരു പുതുജീവൻ കിട്ടുന്ന പോലെ എന്നൊരു ആശയം ഇതിനകത്തുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ വരികളെ പ്രതീകാത്മകമാക്കി എടുത്തിട്ട് അതുപോലെ ആയിരിക്കും ഇതിനകത്തുള്ള ലൈൻസുകളും അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഇതിനകത്ത് തന്നെ നമുക്ക് ലൈൻസ് കണ്ടാൽ മനസ്സിലാവും. ഏറ്റവും ചെറിയ വരികൾ, അതായത് മോസ്റ്റ് പൂവർ, മോസ്റ്റ് തിൻ എന്നൊക്കെ പറയുന്ന ചെറിയ വരികൾ ഒരു മനുഷ്യൻ്റെ ആത്മീയ ദാരിദ്ര്യത്തെയാണ് കാണിക്കുന്നത്. ആത്മീയ ദാരിദ്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ ദൈവത്തോട് അത്രയൊന്നും അടുത്തിട്ടില്ലെങ്കിൽ അവൻ ദരിദ്രനാണ് എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ മനുഷ്യൻ്റെ ആത്മീയ ദാരിദ്ര്യത്തെയാണ് ആ ഒരു ചെറിയ ലൈൻസിലൂടെ കാണിക്കുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ റൈം സ്കീമുകൾ, അതുപോലെ ചെറിയ അക്ഷരങ്ങളാണ് അദ്ദേഹം ഉപയോഗിക്കുക. പിന്നെ ഒരുപാട് പ്രത്യാശ ഉള്ള, ഹോപ്പുള്ള വരികളൊക്കെ അദ്ദേഹം എഴുതുന്ന സമയത്ത്
അത്തരം ലൈൻസിലൊക്കെ വളരെ നീണ്ട വരികളായിരിക്കും, വളരെ ലോങ് ആയിട്ടുള്ള ആശയങ്ങളായിരിക്കും അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക. അതുപോലെ നിരാശകൾ കാണിക്കുന്ന സമയത്ത് വളരെ ചെറിയ ചെറിയ വരികളാണ് അദ്ദേഹം ഉപയോഗിക്കുക. അങ്ങനെ രൂപം കൊണ്ടും അർത്ഥം കൊണ്ടും അത് വേർപെടുത്താനാവാത്ത, അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു മെറ്റാഫിസിക്കൽ കൺസീറ്റ് തന്നെ. അപ്പോൾ അങ്ങനെ അദ്ദേഹം ഓരോ അർത്ഥമുള്ള വാക്കുകളെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു പാറ്റേണിലാണ്. അപ്പോൾ അങ്ങനെയാണ് പാറ്റേൺ പോയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാറ്റേൺ പോയം എഴുതുന്ന വേറെ ഏതൊരു എഴുത്തുകാരനും എന്താണോ അവരുടെ തീം അതിനനുസരിച്ച് ഒരു ടെക്സ്റ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി 2 സ്റ്റാൻസയിലാണ് ഈ കവിത എഴുതിയിട്ടുള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 2 സ്റ്റാൻസയിലും പറയുന്ന കാര്യങ്ങളെ അനലൈസ് ചെയ്യുന്നതിൻ്റെ മുന്നേ എന്താണ് ഇതിനകത്തുള്ള ടോട്ടൽ ഒരു സമ്മറി, അല്ലെങ്കിൽ ടോട്ടലായിട്ട് എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്ന് ആദ്യം പറഞ്ഞുതരാം. അപ്പോൾ കവിത സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ദൈവത്തെ വിളിച്ചുകൊണ്ടാണ്. അദ്ദേഹം ദൈവത്തോട് പറയുന്നുണ്ട് ആദ്യത്തെ സ്റ്റാൻസയിൽ, മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവന് ആവശ്യമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും നീ നൽകിയിരുന്നു. എന്നാൽ ആദ്യ മനുഷ്യനായ ആദം ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചിട്ട് പാപം ചെയ്തു. നമുക്കറിയാം ആ സ്റ്റോറി. അപ്പോൾ അതിൻ്റെ ഫലം അതിനകത്ത് ആ സ്റ്റോറിയെക്കുറിച്ചൊന്നും അദ്ദേഹം പറയുന്നില്ല. അങ്ങനെ ആ ഒരു ഇൻസിഡൻറ്റ് മാത്രം പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ആദം ഗാർഡൻ ഓഫ് ഏദനിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. പാപം കാരണം മനുഷ്യൻ ആത്മീയമായി ദരിദ്രനും ബലഹീനനുമായി. അപ്പോൾ പാപം ചെയ്ത മനുഷ്യൻ ആത്മീയമായി ദരിദ്രനാണ്, ബലഹീനനാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ കവി പ്രാർത്ഥിക്കുന്നത്, ആദാമിനെ പോലെ ഞാനും ഒരുപാട് പാപത്തിൽ വീണിട്ടുണ്ട്, ഞാൻ പാപം ചെയ്തിട്ടുണ്ട്. എന്നാൽ പക്ഷികൾ ഒരുമിച്ച് താഴെ നിന്ന് മേലേക്ക് ഉയരുന്നത് പോലെ നിൻ്റെ സഹായത്തോടെ ഞാൻ എൻ്റെ പാപത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കട്ടെ. ഒരു ദൈവത്തിനോട് ഇങ്ങനെ യാചിക്കുകയാണ്. അപ്പോൾ നിൻ്റെ വിജയത്തെയും മഹത്വത്തെയും ഞാനും പാടും. അങ്ങനെ ആദാമിനെ ഉപയോഗിച്ചപ്പോഴും എനിക്ക് കൂടുതൽ ആത്മീയമായ ഉയർച്ച നേടാനുള്ള ഒരു അവസരമാകും എന്ന് അദ്ദേഹം അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ പാപം ചെയ്തൊരു മനസ്സ് ദൈവത്തിനോടുള്ളൊരു യാചന പോലെയാണ് എഴുതിയിട്ടുള്ളത്. സെക്കൻഡ് സ്റ്റാൻസ, അടുത്തൊരു സ്റ്റാൻസിൽ അദ്ദേഹം തൻ്റെ ഒരു ഓട്ടോബയോഗ്രഫിക്കൽ ടോണാണ്, തൻ്റെ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്. തൻ്റെ യൗവനം അത്രയധികം സന്തോഷമായിരുന്നില്ല, കാരണം ഒരുപാട് പാപം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ഒരുപാട് രോഗങ്ങളും സമൂഹത്തിൽ ഒരുപാട് നാണക്കേടുകളൊക്കെ ഞാൻ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിലൂടെ ഞാൻ മെലിഞ്ഞു എന്ന് പറയുന്നുണ്ട്. ഈ മെലിഞ്ഞു എന്ന് പറയുന്നത് ഒരിക്കലും ശരീരത്തെക്കുറിച്ചല്ല, ആത്മീയമായി ഞാൻ വളരെ ദരിദ്രനായി മാറി എന്നാണത് അർത്ഥമാക്കുന്നത്. അപ്പോൾ അവസാനം വീണ്ടും കവി ദൈവത്തോട് അപേക്ഷിക്കുകയാണ്, ഞാൻ നിന്നോടൊപ്പം ചേർന്നാൽ, അതായത് എൻ്റെ ചിറക് നിൻ്റെ ചിറകിനോട് ചേർന്നാൽ, അതായത് ദൈവത്തിനോട് നമ്മൾ ഏറ്റവും കൂടുതൽ അടുക്കുകയാണെങ്കിൽ എൻ്റെ എല്ലാ കഷ്ടപ്പാടുകളും എന്നെ തളർത്തുകയില്ല. അതായത് എപ്പോഴും നമ്മൾ ഏതൊരു കഷ്ടപ്പാടിലും ദൈവത്തിനോട് അടുത്ത് നിൽക്കുന്ന സമയത്ത് അതിൻ്റെ തീവ്രത നമുക്ക് കുറയാനൊരു സാഹചര്യമാണത്. അപ്പോൾ മറിച്ച് എന്നെ കൂടുതൽ ഉയരത്തിൽ പറക്കാനാണ് അത് സഹായിക്കുക. അതായത് എനിക്ക് എപ്പോഴൊക്കെ കഷ്ടപ്പാടുകൾ ഉണ്ടാകുന്നു അപ്പോഴൊക്കെ ഞാൻ നിൻ്റെ മാർഗത്തിലൂടെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ, നിന്നോട് ചേർന്നിട്ടാണ് എൻ്റെ ചിറകുകളെങ്കിൽ എനിക്ക് കൂടുതൽ ഉയരത്തിൽ പറക്കാൻ കഴിയും. അതായത് എനിക്ക് കൂടുതൽ ആ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ കഴിയും. അങ്ങനെ ഞാൻ എൻ്റെ ദുഃഖത്തെ അതിജീവിച്ച് ആത്മീയമായി ഉയരും എന്നാണ് അദ്ദേഹം സെക്കൻഡ് സ്റ്റാൻസിൽ പറയുന്നത്. ഇപ്പോൾ ഇതാണ് ഈ കവിതയുടെ ഒരു ടോട്ടൽ ആശയം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് 2 സ്റ്റാൻസിലും എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മളൊരു പോയം അനലൈസ് ചെയ്യുമ്പോൾ ഉണ്ടാവുക എന്നുള്ളതിനെക്കുറിച്ചാണ് ഇനി പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ സ്റ്റാൻസ് ആദ്യം തന്നെ അഡ്രസ്സ് ചെയ്യുന്നത് ലോർഡ് ദൈവത്തിനെ വിളിച്ചിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ആദമിൻ്റെ ആ ഒരു ഫുളിഷ് ആക്ടിവിറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിനുശേഷം ആദം ഗാർഡൻ ഓഫ് ഏദനിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിനെ കുറിച്ച് ഓർക്കുന്നുണ്ട്. ഇനി ആ ഒരു ആശയം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വിത്ത് ദി എന്ന് പറഞ്ഞ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നത് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്ന മറ്റൊരു വഴിത്തിരിവിലേക്കാണ് കവിത പിന്നീട് പോകുന്നത്. അതിനകത്ത് ദിസ് ഡേ എന്ന് പറയുന്നത് ഈസ്റ്ററിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് ക്രിസ്തുവിൻ്റെ മരണത്തിന്മേലുള്ള ക്രിസ്തുവിൻ്റെ വിജയം, അതുപോലെ ആ ഒരു ഉയർത്തെഴുന്നേൽപ്പ്, അതിനൊക്കെ ഓർത്തുകൊണ്ടാണ് പറയുന്നത്. ഇതിനകത്തുള്ള ഈ പാരഡോക്സ്, ഒരു വിരോധാഭാസമുണ്ട്. അത് ആ സ്റ്റാൻസ് അവസാനിക്കുന്ന സമയത്താണ് ആ പാരഡോക്സിലത്. അപ്പോൾ ആ ലൈൻസ് ശ്രദ്ധിക്കുക. ദെൻ സെക്കൻഡ് സ്റ്റാൻസിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഓട്ടോബയോഗ്രഫിക്കലാണ്. അപ്പോൾ ആദ്യം അദ്ദേഹത്തിൻ്റെ ആ ഒരു യൗവന കാലഘട്ടത്തിൽ അദ്ദേഹം അനുഭവിച്ച കഷ്ടപ്പാടിനെക്കുറിച്ചും അത് പാപം ചെയ്ത മൂലമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം ആത്മീയപരമായി അദ്ദേഹം വളരെ ദാരിദ്ര്യം അനുഭവിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിനുശേഷം സെൻട്രൽ മെറ്റാഫിസിക്കൽ കൺസീറ്റ്, ആ ഒരു 2 ലൈൻസിനകത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങൾ.
പിന്നെ ഒരു പക്ഷിയെ പോലെ എൻ്റെ ചിറകുകൾ നിൻ്റെ ചിറകുമായി യോജിച്ച് വെക്കണം. അപ്പോൾ മനുഷ്യനൊരിക്കലും ഒറ്റയ്ക്ക് പറക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ കൈ ചേർത്ത് ദൈവത്തിനോട് ഞാൻ ഏറ്റവും കൂടുതൽ ആത്മീയമായി അടുക്കുന്ന സമയത്ത് എനിക്കെൻ്റെ ഉയർച്ച എളുപ്പമാക്കി തീർക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഏതൊരു കഷ്ടപ്പാടും ദൈവവുമായി നമ്മൾ എത്രമാത്രം അടുക്കുന്നുണ്ടോ അത്രമാത്രം അത് ഈസിയാക്കി മാറ്റാൻ കഴിയുമെന്നുള്ള രീതിയിലാണ് ആ ഒരു കവിത അവിടെ അവസാനിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞു ഈ കവിത ഒരു ഡിവോഷണൽ പോയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ അദ്ദേഹത്തിൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ പരിശ്രമം, അതിൻ്റെ കൂടെ തന്നെ ദൈവത്തിൻ്റെ സഹായം, ആ ഒരു കോൺസെപ്റ്റിലാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ ഒരു മനുഷ്യൻ തൻ്റെ എല്ലാ ഉന്നതമായ ആഗ്രഹങ്ങളും എല്ലാ കാഴ്ചപ്പാടുകളും ദൈവസേവയോട് കൂടി തന്നെ ഒരുമിച്ച് കൊണ്ടുപോകണം എന്നൊരു ഹെർബർട്ടിൻ്റെ വിശ്വാസം ഈ കവിത ഏറ്റവും കൂടുതലായിട്ട് ഇതിൻ്റെ ഉൾക്കൊള്ളുന്ന ഒരു തീമാണ്. മനുഷ്യൻ്റെ ഒരു പോരാട്ടത്തിൻ്റെ കഥയാണെന്ന് വേണമെങ്കിൽ പറയാം, ജീവിതത്തോടുള്ള മനുഷ്യൻ്റെ പോരാട്ടം. അപ്പം അതിന് എന്തെല്ലാം സൊല്യൂഷൻസ് ഉണ്ട് എന്നുള്ളത് കൂടി അദ്ദേഹം ഇതിനുള്ളിൽ പറഞ്ഞു തരികയാണ്. സോ ഈസ്റ്റർ വിങ്സ് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ആത്മീയ യാത്രയാണ് ഈ കവിതയിലൂടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ദൈവം മനുഷ്യനെ നല്ല നിലയിൽ തന്നെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. പക്ഷേ ആദാമിൻ്റെ പാപം കാരണം വീണു പോവുകയാണ്. എന്നാൽ ഇവിടെ യേശുക്രിസ്തുവിൻ്റെ ത്യാഗം, ഉയർത്തെഴുന്നേൽപ്പ്, ഇതെല്ലാം മനുഷ്യനെ വീണ്ടും ഒരുപാട് കഷ്ടപ്പാടിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ ഉള്ള അതുമായിട്ട് അദ്ദേഹം സാമ്യപ്പെടുത്തിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ കവിതയിൽ ഹെർബർട്ട് ദൈവത്തോടുള്ള അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധം, അതുപോലെ എല്ലാ കാര്യങ്ങളും ദൈവസേവക്കായിട്ട് സമർപ്പിക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ വിശ്വാസം, ഇതെല്ലാം അദ്ദേഹം ഈ ഒരു കവിതയിലൂടെ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. ദെൻ മെറ്റാഫിസിക്കൽ ഫീച്ചേഴ്സ് ആൻഡ് ഡിവൈസസ് നോക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ കവിതകൾ മെറ്റാഫിസിക്കൽ സ്റ്റൈലിലാണ് എഴുതിയിട്ടുള്ളത്. പക്ഷേ ആ ഗ്രൂപ്പിൽ തന്നെ ജോൺ ഡണിനേക്കാൾ കുറച്ചും കൂടി സിമ്പിളാണ് അദ്ദേഹത്തിൻ്റെ കവിതകൾ. അതായത് മിക്കപ്പോഴും ഹെർബർട്ടിൻ്റെ കവിതകളിൽ ചിന്തയും വികാരവും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടായിരിക്കും എപ്പോഴും. എന്നാൽ വളരെ നമുക്ക് ചിന്തിക്കാവുന്ന കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടാവും. അതായത് ചിന്തയും വികാരവും പറയുന്നത് വളരെ സിമ്പിളായിട്ടാണ് എഴുതുക. പക്ഷെ നമുക്ക് അവസാന ലൈൻസിൽ എവിടെയെങ്കിലും ഒരു ആശയം നമ്മുടെ ഉള്ളിലേക്ക് ഇട്ടുതരാൻ മാത്രം പാകത്തിനുള്ള കവിതയാണ് അദ്ദേഹം എഴുതുന്നത്. അതായത് ആവശ്യമില്ലാത്ത ഒരുപാട് ലോജിക്കലായ കാര്യങ്ങളിൽ നമുക്ക് കേട്ടുകഴിഞ്ഞാൽ അലോസരപ്പെടുത്തുന്ന രീതിയിലുള്ള അത്രയും കാര്യങ്ങളൊന്നും സ്റ്റാൻസ അതിൽ ഉൾപ്പെടുത്തുന്നില്ല. വളരെ സത്യസന്ധമായും ആത്മാർത്ഥമായും വളരെ വിനയാന്വിതനായിട്ടും ഒക്കെ അത്തരം വളരെ ഹാർമോണിയസ്ലി വളരെ ക്വയറ്റായിട്ടാണ് അദ്ദേഹത്തിൻ്റെ കവിതകൾ, ആ ടോണൊക്കെ നമുക്ക് ഫീൽ ചെയ്യാം. ഇനി ഇതിനകത്ത് വരുന്ന ചില ഡിവൈസസ്, അദ്ദേഹം യൂസ് ചെയ്യുന്ന ചില ഡിവൈസസിനെ കുറിച്ച് നോക്കാം. ആദ്യം പറയുന്നത് എൻചാംപ്മെൻറ്റ്, അതായത് മിക്കപ്പോഴും അദ്ദേഹത്തിൻ്റെ കവിതയിൽ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ്, അതായത് ഈസ്റ്റർ വിങ്സ് ഉൾപ്പെടെ. ഇപ്പോൾ ഈസ്റ്റർ വിങ്സിനുള്ള ഒരു എൻചാംപ്മെൻ്റ് ഉണ്ട്. അതായത് ഒരു ലൈൻ അവസാനിക്കുന്ന സമയത്ത് ഫുൾ സ്റ്റോപ്പ് അല്ലെങ്കിൽ ഒരു പങ്ക്ച്വേഷൻ ഒന്നും ഇല്ലാതെ എന്തിനെ കുറിച്ചാണോ പറയുന്നത് അത് ആ ലൈൻസിലേക്ക് തന്നെ കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ അതിന് ആ ഒരു സംഭവം ഒരു പോയത്തിന് ഒരു നാച്ചുറൽ ഫ്ലോ കൊടുക്കുമെന്നാണ് പറയുക. അപ്പോൾ ആ ഒരു എൻചാംപ്മെൻ്റ് അദ്ദേഹത്തിന് ഉപയോഗിക്കുന്ന ഒരു പർട്ടിക്കുലർ ഡിവൈസാണ്. പിന്നെ ദെൻ അലിറ്ററേഷൻ പറഞ്ഞാൽ അടുത്തടുത്തുള്ള വേർഡ്സിൽ സെയിം കോൺസണൻ്റ് സൗണ്ട് ആവർത്തിച്ച് വരും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഫാൾ ഫർദർ ദ ഫ്ലൈറ്റ് എന്ന് പറയുമ്പോൾ ഈ എഫ് എന്ന് പറയുന്ന സൗണ്ട് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ അസൊനൻസ് എന്ന് പറയുന്ന അടുത്തടുത്തുള്ള വേർഡുകളിൽ സെയിം വവൽ സൗണ്ട് ആവർത്തിക്കുന്നത്. അതിനും എക്സാമ്പിൾ ഉണ്ട്, ഐ ഇംപ് മൈ വിങ്സ് ഓൺ ദാൻ. അപ്പോൾ അതിനകത്ത് ഈ ഐ എന്ന് പറയുന്ന സൗണ്ട് അവിടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അദ്ദേഹം ഉപയോഗിക്കുന്ന ടെക്നിക്കൽ ഡിവൈസസ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ സിമിലി, ഈ ലൈക്ക് അല്ലെങ്കിൽ ആസ് ഉപയോഗിച്ചിട്ടൊരു കാര്യം മറ്റൊന്നുമായിട്ട് കമ്പയർ ചെയ്ത് പറയുന്നത് നമ്മൾ സിമിലി എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ഇവിടെ ലാക്കിനെ കുറിച്ച് പറയുന്നത് നമ്മൾ പറയുന്നില്ലേ, ഒരു ബേർഡ്, ഒരുപാട് ബേർഡ്സ് ഒരുമിച്ച് ഇങ്ങനെ പക്ഷികൾ മേലേക്ക് പറന്നുയരുന്നത് പോലെ, ലാക്സ് ഉയരുന്നത് പോലെ എൻ്റെ പാപങ്ങളെല്ലാം ഇല്ലാതെയാക്കി എന്നെ ഉയർത്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതുപോലെ എന്ന് പറയുന്നില്ലേ. അപ്പോൾ ആസ് ലാക്സ് ഹാർമോണിയസ്ലി എന്ന് പറയുന്ന ആ ഒരു ലൈൻസിനകത്ത് സിമിലി. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പിന്നെ നേരത്തെ നമ്മളൊരു ഫസ്റ്റ് സ്റ്റാൻസ അവസാനിക്കുന്ന സമയത്ത് ഒരു പാരഡോക്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കോൺട്രാഡിക്റ്ററി സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള പോയറ്റിക് ഡിവൈസസ് എന്ന് പറയുന്നത്. സോ ടോട്ടലി ഈസ്റ്റർ വിങ്സ് എന്ന് പറയുന്ന പോയം അതിൻ്റെ സ്ട്രക്ചറിലാണെങ്കിലും വളരെ സിമ്പിളായ ലൈൻസിലൂടെയും അത് ഉപയോഗിച്ചിരിക്കുന്ന
ഭാഷകളിലും എല്ലാം കൊണ്ടും വളരെ നല്ലൊരു കവിതയാണ്. മാത്രമല്ല ദൈവത്തിലൂടെ നമുക്ക് എന്തൊരു കഷ്ടപ്പാട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആത്മീയമായ ഒരു ചിന്ത നമുക്കുണ്ടെങ്കിൽ നമുക്ക് എല്ലാ പ്രശ്നങ്ങളെയും സോൾവ് ചെയ്യാൻ പറ്റുമെന്നാണ് അദ്ദേഹം ഈ കവിതയിലൂടെ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു കവിതയിലൂടെ നമ്മൾ ദൈവത്തിലൂടെ നമ്മുടെ കഷ്ടപ്പാട് ആത്മീയമായൊരു സ്വാതന്ത്ര്യത്തിലേക്കും അതുപോലെ നമ്മുടെ രക്ഷയിലേക്കും ഒക്കെ നയിക്കുന്നു എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട്. സോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും വേദനയും ഒക്കെ നമ്മളുടെ ആത്മീയ മോചനം കൂടുതൽ ശക്തമാക്കുന്നു എന്ന് അദ്ദേഹം ഈ കവിതയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നു. സോ ഇത്രയും കാര്യങ്ങളാണ് ഈസ്റ്റർ വിങ്സ് എന്ന് പറയുന്ന ഈ ഒരു പോയത്തിനെ കുറിച്ച് പറയുന്നത്. 2 സ്റ്റാൻസയാണ്, മെറ്റാഫിസിക്കൽ പോയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഒരു പാറ്റേൺ പോയാണ്, ഷേപ്പ്ഡ് പോയം. അപ്പോൾ ഇതെന്താണെന്ന് പറഞ്ഞു. ആദ്യത്തെ സ്റ്റാൻസക്കകത്ത് പോയിട്ടൊരു ദൈവത്തിനോട് സംസാരിക്കുന്നത് പോലെ, രണ്ടാമത്തെ സ്റ്റാൻസക്കകത്തും സെയിമാണ്, പക്ഷേ ഒരു ഓട്ടോബയോഗ്രഫിക്കൽ ടോൺ ഉണ്ട്. അപ്പോൾ ആ രീതിയിലാണ് കവിത എഴുതിയിരിക്കുന്നത്. വളരെ സിമ്പിളായ ലാംഗ്വേജിലാണ് അദ്ദേഹം എഴുതുന്നത്. സോ മിക്ക കുട്ടികളും ചോദിക്കുന്നൊരു ചോദ്യമാണ് സമ്മറി കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ പോരെ എന്നുള്ളത്. പക്ഷേ എപ്പോഴും നമ്മൾ ഏതൊരു എക്സാം നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോഴും ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയിട്ട് ആ ക്വസ്റ്റ്യനകത്ത് പറയുന്ന കാര്യത്തെ സ്ട്രെസ് ചെയ്തിട്ട് വേണം, കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വേണം നമ്മളിവിടെ എസ്സേ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളെപ്പോഴും ജസ്റ്റ് ഒരു സമ്മറി മാത്രം എഴുതാതെ സമ്മറീനെ ഒരു 1 പാരഗ്രാഫിനകത്ത് എന്താണോ നമ്മളുടെ ക്വസ്റ്റ്യൻ അതുമായി കണക്റ്റ് ചെയ്തിട്ട് എഴുതുക. ഇപ്പോൾ നിങ്ങളോട് തീം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് വെറുതെ സമ്മറി എഴുതി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ ആവുന്നില്ല. അപ്പോൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണോ നമ്മളുടെ ക്വസ്റ്റ്യൻ അതുമായി കണക്റ്റ് ചെയ്തിട്ട് ഈ സമ്മറിയെ ഒന്ന് മോൾഡപ്പ് ചെയ്തിട്ട് വേണം നിങ്ങൾ എഴുതാൻ. അപ്പോൾ ആദ്യത്തെ പാരഗ്രാഫിനകത്ത് ഓതറിനെ കുറിച്ചും ഈ പോയത്തിനെ കുറിച്ചും ജനറലായി നിങ്ങളുടെ ഒരു അനാലിസിസ് എഴുതുക. നെക്സ്റ്റ് പാരഗ്രാഫിൽ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ ആൻസറുമായി കണക്ട് ചെയ്തിട്ട് എഴുതുക. ദെൻ അടുത്ത 2, 3, 4 പാരഗ്രാഫിനകത്ത് പോയം ആണെങ്കിൽ അതിൻ്റെ ടെക്നിക്കൽ ഡിവൈസസുകളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട തീം അല്ലെങ്കിൽ ഫിലോസഫിക്കൽ പോയിൻ്റ് ഓഫ് വ്യൂ ഉണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതൽ ആഡ് ചെയ്യാം. ഡ്രാമയോ നോവലാകുമ്പോൾ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിരിക്കും. ഓരോന്നിനും അതിൻ്റേതായ രീതിയിൽ എന്തിനെയാണോ ആ ഒരു വർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതിനെ സ്ട്രെസ് ചെയ്തിട്ട് എഴുതുക. അത് എന്താണോ നമ്മളുടെ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് അതുമായിട്ട് കണക്റ്റ് ചെയ്തിട്ട് ആ ക്വസ്റ്റ്യനെയാണ് നമ്മളിവിടെ ആൻസറിൽ ഫോക്കസ് ചെയ്യേണ്ടത്. എന്ത് ചോദിച്ചാലും സമ്മറി എഴുതുന്ന ആ ഒരു രീതി കുറച്ചും കൂടി അതിനേക്കാൾ നല്ലത് അതാണ്. ഇത് 1-2 പേരുടെ അടുത്ത് ആ എസ്സേ എഴുതേണ്ട ഒരു രീതി ചോദിച്ചതിൻ്റെ റിപ്ലൈ ഞാനിപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത്. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.